ഹായ് ഫ്രണ്ട്സ്, ഹോൾസ് കട്ടറിൻ്റെ സഹായമില്ലാതെ വലിയ പൈപ്പിൽ ചെറിയ പൈപ്പ് എങ്ങനെ കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്ത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം വലിയ പൈപ്പിൽ ചെറിയ പൈപ്പ് വെച്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. പിന്നെ സാൻഡറിന് ലൈൻ കട്ടിങ് ഇങ്ങനെ കണക്ട് ചെയ്യണതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 6 ഇഞ്ച് പൈപ്പാണ്. ഇവിടെ 6 ഇഞ്ച് പൈപ്പിൽ 3 ഇഞ്ചും 2.5 ഇഞ്ചും ലൈനാണ് ഇപ്പോൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 6 ഇഞ്ച് വയ്യ ടീയ അതിൽ കണക്ട് ചെയ്യണ ബുഷ്. അപ്പോൾ 2 വൈ 2 ബുഷ് ഇത് മേടിക്കുമ്പോൾ തന്നെ 1000 രൂപയെങ്കിലും ആവും മിനിമം 6 kg ആകുമ്പോൾ. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ഒരു 15 മിനിറ്റ് മതിയാവും. ഹോൾസോ കട്ടർ ഉണ്ടെങ്കിൽ അതിൽ എളുപ്പത്തിൽ കഴിയും. 2 പ്രാവശ്യം ഡ്രില്ലിൽ ടൈറ്റ് ചെയ്യണ ടൈമേ എടുക്കുകയുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടി ഒന്ന് സാൻഡർ ഇങ്ങനെ ചരിച്ച് പിടിച്ചൊന്ന് ഔട്ടർ ലൈനൊന്ന് കുറച്ച് ആഴം കൂട്ടി കൊടുക്കണം. അത് ആക്സോ ബ്ലേഡ് കറക്റ്റ് റൗണ്ടിൽ ഇങ്ങനെ പൈപ്പ് കട്ട് ചെയ്യാൻ സഹായമാവും. ഈ ലൈൻ കട്ടിങ്ങൾ കുറേ ഇട്ടേക്കണതുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റണത്. 6 kg പൈപ്പ് ഇത്രയും സ്പീഡിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അത് കഴിഞ്ഞ് ഇതേപോലെ കണക്ട് ചെയ്ത് വെക്കുക പൈപ്പ്. എന്നിട്ട് അത് വലിയ പൈപ്പും ചെറിയ പൈപ്പും തമ്മിൽ ടച്ച് ചെയ്യണ ഭാഗം മാർക്ക് ചെയ്യുക. ഏത് ഷേപ്പിലാണോ മാർക്ക് ചെയ്തേക്കണത് ആ ഷേപ്പിൽ നിന്ന് ഒരു 1/2 സെൻറ്റി കൂട്ടിയെടുത്ത് കൂടുതലായിട്ട് കട്ട് ചെയ്യുക. അത് അകത്തോട്ടുള്ള കയറ്റ പീസാണ്. 1/2 സെൻറ്റി. പിന്നെ മുകളിലുള്ള മാർക്കിങ് കറക്റ്റ് ചെയ്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ മുകളിൽ ആ മാർക്കിങ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിരിക്കും. ഉള്ളിലോട്ട് ഒട്ടും പ്രൊജക്റ്റ് ചെയ്ത് വെക്കില്ല. അങ്ങനെ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ 3 ഇഞ്ചും 2.5 ഇഞ്ചും കട്ട് ചെയ്തേക്കണം. ഇത് കണക്ട് ചെയ്തു. ഓക്കെ ഫ്രണ്ട്സ്.